അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ദിവസവും 5 ഹജ്ജിന്റെ പ്രതിഫലം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഒരാൾ സ്വന്തം വീട്ടിൽ നിന്നും ശുദ്ധിയായി ഫർള് നമസ്കാരത്തിന് പുറപ്പെട്ടാൽ അയാളുടെ പ്രതിഫലം ഹജ്ജ് ചെയ്യുന്നവന്റെ പ്രതിഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നമസ്കാരം പള്ളിയിലെത്തി നമസ്കരിക്കുന്നതിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്ന ഹദീസാണ് ഇത്. അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ ഫർള് നമസ്കാരം പള്ളിയിലെത്തി നിർവഹിക്കുന്നതിന്റെ പ്രതിഫലമായി അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്തിട്ടുള്ളത് ഹജ്ജിന്റെ പ്രതിഫലമാണ്. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലയും ഇമാം അഹ്മദ് റഹിമഹുല്ലയും റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഫർള് നമസ്കാരം പള്ളിയിലെത്തി നിർവഹിക്കുന്നത് എത്രമേൽ പ്രാധാന്യമേറിയതാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 5 നേരം പള്ളിയിലെത്തി വീട്ടിൽ നിന്നും വുളു എടുത്ത് പള്ളിയിലെത്തി നമസ്കരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലം ഹജ്ജിന്റെ പ്രതിഫലമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം നൽകുമ്പോൾ, ഓരോ ദിവസവും സ്വന്തം നാട്ടിൽ തന്നെ 5 ഹജ്ജിന്റെ പ്രതിഫലമുണ്ട്. വീട്ടിനകത്ത് ആവരുത് നമസ്കാരം, മറിച്ച് സ്വന്തം വീട്ടിൽ നിന്നും വുളു എടുത്ത് അള്ളാഹുവിന്റെ വീട്ടിലേക്ക് പോവണം. എന്നിട്ട് അള്ളാഹുവിന്റെ വീട്ടിൽ 5 നേരവും എത്തി 5 നേര നമസ്കാരങ്ങൾ ഇമാമിന്റെ കൂടെ നിർവഹിക്കണം. അങ്ങനെ നിർവഹിക്കുന്ന വ്യക്തിക്ക് ദിവസങ്ങളോളം മാറ്റിവെച്ച് വിശുദ്ധ ഹറമിലും പരിസരങ്ങളിലും എത്തി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർവഹിക്കുന്ന അതിപരിശുദ്ധമായ ഹജ്ജിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇത്രയും വലിയ പ്രതിഫലം സ്വന്തം വീട്ടിൽ നിന്നും പള്ളിയിലെത്തി നമസ്കരിക്കുന്നതിന് ഉണ്ട് എന്നിരിക്കെ അത് ഒഴിവാക്കുന്നവർ, പള്ളിയിലെത്താത്തവർ എത്രമാത്രം വലിയ പ്രതിഫലമാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ വലിയ പ്രതിഫലത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് 7 വയസ്സിൽ തന്നെ പള്ളിയോടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും 10 വയസ്സാകുമ്പോഴേക്കും വളരെ വലിയ ആത്മബന്ധം പള്ളിയോട് കുട്ടികൾക്കുണ്ടാകും വിധം അവരെ മാറ്റിയെടുക്കാനും സാധ്യമാകണം. സമൂഹത്തിൽ എത്രയോ മുതിർന്ന ആളുകൾ, പ്രായമുള്ള ആളുകൾ കൃത്യമായി പള്ളിയിലേക്ക് എത്തുകയും അവരുടെ വീട്ടിൽ ചെറുപ്പക്കാരുണ്ട്, പേരക്കുട്ടികളുണ്ട്, അവരെത്താതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ആ കുട്ടികളെയൊക്കെ ഈ പ്രതിഫലം പറഞ്ഞ് മോഹിപ്പിച്ച് അവരെ കൂടെ കൊണ്ടുവരാനും, നമ്മൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായാൽ നമ്മുടെ വീട്ടിലെ പള്ളിയോടുള്ള ബന്ധം അതിനു മുമ്പ് തന്നെ ഇല്ലാതാകുന്ന ദൗർഭാഗ്യകരമായ അവസ്ഥ ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ നമ്മൾ പള്ളിയിലേക്ക് എത്തുന്ന അതേ ആവേശത്തോടെ, താല്പര്യത്തോടെ തലമുറകളെയും പള്ളിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തണം. ഒരു വീട്ടിലും 10 വയസ്സായ ആൺകുട്ടി മുതൽ അവിടുന്ന് മുകളിലേക്കുള്ള ഒരു പുരുഷനും കിടന്നുറങ്ങാത്ത വിധം, അല്ലെങ്കിൽ വീട്ടിൽ നമസ്കരിക്കാത്ത വിധം സുബഹി മുതൽ എല്ലാ ജമാഅത്തിനും പള്ളിയിലേക്ക് എത്തുന്നിടത്ത് നല്ല ജാഗ്രത വീട്ടുകാരികൾ, പ്രത്യേകിച്ച് ഗൃഹനാഥകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ ശ്രദ്ധിച്ചാൽ ഇതിനൊക്കെ വലിയ അളവിൽ മാറ്റമുണ്ടാകും. വലിയ അളവിൽ ആളുകൾ പള്ളിയിലേക്ക് എത്തും. വീട്ടിലല്ല നിങ്ങൾ നമസ്കരിക്കേണ്ടത്. നിങ്ങൾക്ക് പുരുഷന്മാർക്ക് അള്ളാഹുവിന്റെ വീടായ പള്ളിയാണ്. ഇത്രയും വലിയ പ്രതിഫലമുള്ള ആ പള്ളി നിങ്ങൾ ഒഴിവാക്കരുതെന്ന് പറഞ്ഞ് കുട്ടികളെ മുതൽ മുതിർന്ന ആളുകളെ വരെ പള്ളിയിലേക്ക് എത്തിക്കുന്നതിൽ സ്ത്രീകൾ നല്ല ജാഗ്രത പുലർത്തണം. പുരുഷന്മാർ മൊത്തത്തിൽ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് എത്തി ഈ വലിയ പ്രതിഫലം നേടിയെടുക്കുമ്പോൾ അതിന് പ്രോത്സാഹനമേകിയ, അതിനവരെ പറഞ്ഞുവിട്ട സ്ത്രീകൾക്കും തത്തുല്യമായ പ്രതിഫലം നന്മ അറിയിച്ചു അല്ലെങ്കിൽ നന്മയിലേക്ക് പ്രേരിപ്പിച്ചു എന്നതിന്റെ പേരിൽ നേടിയെടുക്കാൻ കഴിയും. അത്തരത്തിലുള്ള പ്രാർത്ഥനയോടുകൂടി സ്ത്രീകൾ വളരെ ജാഗ്രതയോടെ ഈ വിഷയം ശ്രദ്ധിക്കണം. പുരുഷന്മാർ ജാഗ്രതയോടെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ വീട് സജീവമാക്കണം. പടച്ച റബ്ബ് എല്ലാ അർത്ഥത്തിലും ദിവസം ലഭിക്കുന്ന ഈ 5 ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.